ഈ ആലപ്പുഴയിൽ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ അവിടെ BJPയുടെ സ്വാധീനം വളരെ വലിയ തോതിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമൊന്നുമല്ലായിരുന്നു ആലപ്പുഴ എന്ന സ്ഥലം. ആലപ്പുഴയിൽ BJPക്ക് 1,89,000 വോട്ടുകളായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പക്ഷേ അത് 2024 ആയപ്പോഴത്തേക്കും 2019 നിന്നും 2024 ആയപ്പോഴത്തേക്കും ഉയർന്നത് ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകളാക്കിയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് ആ വോട്ടുകളുടെ എണ്ണത്തിൽ ഇത്രയധികം വർധനവ് അവിടെ ഉണ്ടായത്. അത് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യമായി അത് മാറി ആലപ്പുഴ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അവർ സമ്മതിക്കുന്നുമുണ്ട്. കാരണം പല കോട്ടകളും തകർത്തുകൊണ്ട് തന്നെയാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കി കൊടുത്തതും. 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ ഈ പറയുന്ന ആലപ്പുഴ BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമായി മാറിയതും അല്ലെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ മാറ്റിയതും ഈ വോട്ട് വർധനവ് കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇപ്പോഴും അവിടെ വളരെ വലിയ തോതിൽ തന്നെയാണ് BJP പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെയധികം കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും അവിടെ വോട്ടുകൾ ഇനിയും ഉയർത്തുക, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ നിന്നും മത്സരിക്കാനായിട്ടുള്ള എല്ലാ തരം സാധ്യതയും തെളിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു പ്രവർത്തന രീതികൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ആലപ്പുഴയിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ തലത്തിൽ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ തന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആ ഒരു തരത്തിൽ BJPയിലേക്ക് പല തരത്തിൽ, അതായത് പല പാർട്ടികൾ ഈ പറയുന്ന LDFിൽ നിന്നായാലും UDFിൽ നിന്നായാലും പാർട്ടി അല്ലാതെ ഉള്ളവർ തന്നെയായാലും BJPയിലേക്ക് ചേരുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആലപ്പുഴ BJPക്ക് വളരെ തേരോട്ടമുണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ, ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ BJPയിലേക്ക് ചേരുവാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെ ഈ പറയുന്ന BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം പാർട്ടി ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നിർവഹിച്ചിരുന്നു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുമെത്തിയ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ശോഭാ സുരേന്ദ്രനിൽ നിന്നും BJPയുടെ പ്രാഥമികാംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് BJP ആലപ്പുഴ ഭാഗത്ത് തീർച്ചയായിട്ടും BJPയിലേക്ക് ഈ പറയുന്ന പല പ്രമുഖർ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ പല പാർട്ടികൾ വിട്ടുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ BJPയിലേക്ക് ചേരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതോടുകൂടി തന്നെ BJP തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് BJPയിലേക്ക് ചേരുന്നതായിട്ടുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ ആലപ്പുഴയിൽ വലിയ തോതിൽ തന്നെ ഇപ്പോൾ BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് ആലപ്പുഴയിൽ കാണുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അതിന് മുൻപന്തിയിൽ നിന്ന് തന്നെ വളരെ അധികം ശക്തമായിട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആലപ്പുഴയിൽ എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വരുന്ന 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു തേരോട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്പോൾ BJP അവിടെ ശ്രമിക്കുന്നതും ശോഭാ സുരേന്ദ്രനിലൂടെ അവിടെ ശ്രമിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിരവധി പേർ ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നതും ആലപ്പുഴയിൽ.